ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന അമേരിക്കൻ പാതിരിക്ക് നാഗാലാൻഡിൽ വരാനുള്ള വിസ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് നിഷേധിച്ചിരിക്കുകയാണ്. ഇത് വലിയ തർക്കത്തിനിടയാക്കിയിട്ടുണ്ട്. നാഗാലാൻഡിലെ കൊഹിമയിൽ നവംബർ 30-നായിരുന്നു ക്രിസ്ത്യൻ ചർച്ചുകളുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പരിപാടി, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചത്. ആ പരിപാടി നടക്കുക തന്നെ ചെയ്തു. ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം. അദ്ദേഹം പങ്കെടുക്കാൻ വിസക്ക് അപേക്ഷിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് വിസ നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. സമരിറ്റാൻ പേഴ്സ് എന്ന പേരുള്ള വലിയൊരു സംഘടനയുടെ മേധാവിയാണ് ഈ പുരോഹിതൻ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ വർഷമല്ല, 1950 മുതൽ അമേരിക്കയിൽ നിന്ന് നാഗാലാൻഡിലേക്ക് വന്ന് മിഷണറി പ്രവർത്തനം നടത്തുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ മതപരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് അദ്ദേഹം ചെയ്തത്. ഏതാണ്ട് നാഗാലാൻഡിനെ പൂർണ്ണമായിട്ട് അവർ മതപരിവർത്തനം ചെയ്തു ക്രിസ്ത്യാനികളാക്കി മാറ്റിക്കഴിഞ്ഞു. നാഗാലാൻഡിലെ പ്രക്ഷോഭങ്ങളെ തുടർന്ന് വിദേശികൾക്ക് അവിടെ വരാനുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ തന്നെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ തന്നെ ഇടപെട്ട് മാറ്റി കൊടുക്കുകയായിരുന്നു. അവരുടെയൊക്കെ പൂർണ്ണ അറിവോടുകൂടിയും അല്ലെങ്കിൽ സഹകരണത്തോടും കൂടിയാണ് ബില്ലി ഗ്രഹാമും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമും ഒക്കെ ഇവിടെ വന്നത്. ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ 1984 മുതൽ ഈ US നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ US ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധം വരെ വർദ്ധിപ്പിക്കാൻ തങ്ങളുടെ ഇടപെടൽ സഹായകരമാവും എന്ന അവകാശവാദമാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു പരിപാടിക്ക് അനുമതി നിഷേധിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിസ നിഷേധിച്ചതിനെ കുറിച്ച് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ പാർട്ടികൾ, പ്രത്യേകിച്ച് നാഗാലാൻഡിലെ കോൺഗ്രസ് കമ്മിറ്റി അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നാഗാലാൻഡിലെ ക്രിസ്ത്യൻ ജോയിന്റ് ഫോറവും അതുപോലെ തന്നെ നാഗാലാൻഡിലെ പീപ്പിൾസ് പാർട്ടിയുമാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാഗാലാൻഡിലെ കോൺഗ്രസ് കമ്മിറ്റിയും വലിയ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് BJP സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ സമ്മേളനത്തിൽ വരാനിരുന്നാണ് അവിടുത്തെ മുഖ്യാതിഥിക്കാണ് വിസ നിഷേധിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇന്ത്യയിൽ മതപരിവർത്തനം നടത്താനുള്ള കാരണം നേരത്തെ തന്നെ FCRA നിയമത്തിലൊക്കെ കർശനമായ നിബന്ധനകൾ കൊണ്ടുവന്നിരുന്നു. കാരണം മനുഷ്യാവകാശ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ പേരിലാണ് കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയിരിക്കുന്നത്. ഇതിൻ്റെ പേരിലൊക്കെ അവർ മതപരിവർത്തനം ചെയ്യായിരുന്നു. 1000 പള്ളികൾ സ്ഥാപിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. 1012 പള്ളികളും 12 ബൈബിൾ കേന്ദ്രങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ തുടങ്ങിയിരിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ സഹായം എന്ന പേരിലാണ് കോടിക്കണക്കിന് രൂപ വരുന്നത്. ആ പണമാണ് മതപരിവർത്തനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2025 USAID നിർത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനം വന്നതോടുകൂടി ഇവർക്കുള്ള സഹായത നിലച്ചിരിക്കുകയാണ്. അതും അവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, FCRA നിയമങ്ങളിൽ കൊണ്ടുവന്ന ഇവരുടെയൊക്കെ വിദേശത്തു നിന്ന് സംഭാവന സ്വീകരിക്കാനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണ്. ഇതും ഇവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇത് BJP സർക്കാരിനെതിരായിട്ടുള്ള, BJP സർക്കാർ ന്യൂനപക്ഷങ്ങളെ, ക്രിസ്ത്യാനികളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊരു പ്രചരണമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. ഏതായാലും ദേശീയ തലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഔട്ട്റീച്ച് നടത്താൻ വേണ്ടി BJP ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് അമേരിക്കൻ പാതിരിമാരെയൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ അവർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഏതായാലും വിവാദമായിട്ടുണ്ട്.